യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലത്തിൻ്റെ 2-ാം ദിനമായ ഇന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യന് ക്രിസ്തു ശിഷ്യനായി തീരുവാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആദ്യത്തെ ചോദ്യം, ആർക്കൊക്കെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ സാധിക്കുന്നത്? അതിനുള്ള ഉത്തരം നാം ശ്രവിച്ച വചനഭാഗത്തിന് ആരംഭം പ്രകാരമാണല്ലോ. അവൻ എല്ലാവരോടുമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറുവാനുള്ള വിളി ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറണമെങ്കിൽ നാം എപ്രകാരമാണ് ജീവിക്കേണ്ടത്? 2 കാര്യങ്ങൾ. 1, സ്വയം പരിത്യജിക്കണം. 2, സ്വന്തം കുരിശ് വഹിക്കണം. എന്താണ് സ്വയം പരിത്യജിക്കുക? നമ്മുടെ സുരക്ഷിതത്വത്തേക്കാൾ, നമ്മുടെ സന്തോഷത്തേക്കാൾ, നമുക്കെന്ത് ലഭിക്കും എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷവും സുരക്ഷിതത്വവും മറ്റുള്ളവരുടെ നേട്ടത്തിനും നാം പ്രാധാന്യം നൽകുന്നതിനെയാണ് സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ അവൻ പുരോഹിത പ്രമുഖന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പ്രകാരമാണ്: ഞാൻ യേശുവിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ളതായിരുന്നു യൂദാസിൻ്റെ ചോദ്യം. ഇതാണ് സ്നേഹമുള്ളവരെ, സ്വയം പരിത്യജിക്കാത്ത ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. എല്ലാറ്റിലും എനിക്ക് എന്ത് ലഭിക്കും, മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കും എന്നുള്ളതല്ല, എനിക്കെന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നവൻ സ്വയം പരിത്യജിക്കാത്തവനാണ്. ക്രിസ്തു ശിഷ്യന്മാരായി മാറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കും, മറ്റുള്ളവരുടെ സന്തോഷവും മറ്റുള്ളവരുടെ സുരക്ഷിതത്വവും മറ്റുള്ളവരുടെ നന്മയ്ക്കും പ്രാധാന്യം നൽകുന്നവരാണ് സ്വയം പരിത്യജിക്കുന്ന വ്യക്തികൾ. രണ്ടാമതായിട്ട്, സ്വന്തം കുരിശ് വഹിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുരിശുകളോ സഹനങ്ങളോ വേദനകളോ രോഗങ്ങളോ ഇല്ലാതാകുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് കൂടുകയേ ചെയ്യുന്നുള്ളൂ. അപ്രകാരം ദൈവം നൽകുന്ന കുരിശുകളും സഹനങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് ആ സഹനം നിറഞ്ഞ ജീവിതത്തിലൂടെയും നാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ് സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്. ആയതിനാൽ പ്രിയമുള്ളവരെ, സ്വയം പരിത്യജിച്ചുകൊണ്ടും സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ടും ഈ തപസ് കാലത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.